സത്യസുവിശേഷത്തിൻ്റെ സമൃദ്ധമായ ചിന്തകളിലേക്ക് ഇന്ന് രാത്രി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ലോകത്തിലാദ്യമായി അച്ചടിച്ച ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിലാദ്യമായി തർജിമ ചെയ്ത ഗ്രന്ഥവും വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ വായിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യമായി കൊടുക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ വില കൊടുത്ത് വാങ്ങുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് 3566 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാകുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിലെ സകല കോടതി മുറികളിലും സൂക്ഷിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥയ്ക്ക് കാരണമായി തീർന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയപ്പോൾ ആദ്യം വായിക്കാൻ തിരഞ്ഞെടുത്ത ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥവും വിശുദ്ധ ബൈബിളാണ്. ലോകം കണ്ട എല്ലാ സാമ്രാജ്യ ശക്തികളും ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭരണശിലാ കേന്ദ്രങ്ങളുമൊക്കെ ഈ പുസ്തകത്തെ കരിവാരിത്തേക്കും കീറിക്കളയും കത്തിച്ച് ചാമ്പലാക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടും 2026 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ഒരു വാക്ക് പോലും മാറ്റിയിടാതെ ഈ പുസ്തകം പറയുന്ന സന്ദേശത്തിൻ്റെ തനിമയിലും തന്മയത്വത്തിലും തൻ്റെ ഇടത്തിലും ഇന്ന് രാത്രിയിലും പ്രസംഗിക്കാനുള്ള ഏക കാരണം ഇത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. അധമ സംസ്കാരങ്ങൾ കടതി വരുത്തിയ